സമയം ഉച്ചയ്ക്ക് 1:30. ഇന്നത്തെ വീഡിയോ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ബിഗ് ബോക്സ് ലെവലിലായിരിക്കും കേട്ടോ. കഴിഞ്ഞ ഒരു ദിവസം ചെയ്ത ആക്ടിവിറ്റീസിലെ പ്രസക്ത ഭാഗങ്ങളായിരിക്കും കേട്ടോ ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നത് അമ്മച്ചി പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അതായത് എന്റെ പപ്പയുടെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. ഒരു മകനെന്ന നിലയ്ക്ക് കുറഞ്ഞ വർഷം ഒരു ബിരിയാണിയെങ്കിലും വെച്ച് സെലിബ്രേറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒപ്പിച്ചു 1.5 മണിക്കൂർ കൊണ്ട് ചിക്കൻ ബിരിയാണി റെഡിയാക്കി. ചിക്കൻ ബിരിയാണിയും മുട്ടയും അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് സാലഡും പപ്പടം അടിപൊളി. ബിരിയാണി തീരെ ഇഷ്ടമില്ലാത്ത എന്റെ മാതാശ്രീയുടെ മുഖത്ത് 100 വാൾട്ട് ബൾബ് കത്തിച്ചതുപോലെ സന്തോഷം. കാരണം ഇന്ന് അവരുടെ ദിവസമാണല്ലോ. അപ്പോൾ ഒരു ബിരിയാണിക്ക് വെച്ചു എന്ന് വെച്ചാൽ അതാണ് ബിരിയാണിയുടെ മാജിക് പവർ. അവരുടെ ദിവസമായിട്ട് അവരെന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചി ഇന്ന് എന്റെ കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പപ്പ അങ്ങ് വാനക്കോണിൽ മിന്നിടുന്ന താരമായി പോയിട്ട് 24 വർഷങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഹീസ് നോ മോർ. പക്ഷേ ഇപ്പോഴും എപ്പോഴും പപ്പ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് കേട്ടോ അമ്മച്ചിക്ക്. അതുകൊണ്ട് ഞങ്ങൾ 37ാമത്തെ വെഡിങ് ആനിവേഴ്സറിയും അങ്ങ് സെലിബ്രേറ്റ് ചെയ്യും. ഞാനും അമ്മച്ചിയുടെ ആങ്ങളുടെ മോൻ ജോസൂട്ടിയും കൂടെ വെഡിങ് ആനിവേഴ്സറി ബിരിയാണി കഴിച്ച് തകർത്തു. സമയം രാത്രി 11. അല്ലെങ്കിലും പണ്ട് മുതലേ ഞാനിങ്ങനെയാണ് പകല് വെട്ടവും വെളിച്ചമുള്ളപ്പോഴേക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ രാത്രിയിലേക്ക് മാറ്റി വയ്ക്കും കേട്ടോ. ഉച്ചകഴിഞ്ഞ് 2-3 മണിക്കൂർ സുഖനിദ്ര കിട്ടിയതുകൊണ്ട് രാത്രിയിൽ നിദ്രാക്ഷാമം കൂടിയപ്പോഴത്തേക്ക് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് കഴിഞ്ഞ ക്രിസ്മസിന് വാങ്ങിച്ച് തൂക്കിയ കർട്ടൻസ് ആണ് കേട്ടോ. അതൊന്ന് കഴുകാനായിട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് പകരം ഇടാനായിട്ട് കർട്ടൻസ് ഒന്നുമില്ല. മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഞാൻ വളരെ കുറഞ്ഞ അഫോർഡബിൾ റേറ്റിന് വാങ്ങിച്ച കുറച്ച് പീസ് തുണികളാണ് കേട്ടോ കാണുന്നത്. ഈ മജന്റ തുണിക്ക് 100 രൂപയാണ് മീറ്ററിന്. 1.5 മീറ്ററാണ് വിൻഡോ കട്ടന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. 1.5 മീറ്റർ ഒരു വിൻഡോയ്ക്കാണ് കേട്ടോ. ഈ വെള്ളയിൽ മജന്ത പൂക്കളുള്ള പോളിസ്റ്റർ തുണി അത് ഡോർ കട്ടന് വേണ്ടി വാങ്ങിച്ചതാണ്. 2 മീറ്ററാണ് ഡോർ കട്ടന് വേണ്ടി വാങ്ങിച്ചത്. അതിന് മീറ്റർ 48 രൂപയാണ് കേട്ടോ. അങ്ങനെ ടോട്ടൽ 3 വിൻഡോയും 2 ഡോറും കട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ നിന്ന് മുറിച്ച് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അളവനുസരിച്ച് മുറിക്കേണ്ടായിരുന്നു. എന്നാലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതെല്ലാം ആ കറക്റ്റ് അളവിന് മാച്ച് ആകുമെന്ന്. എന്നാലും ഒരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കൂടെ രണ്ടും കൂടെ ഒന്ന് വെച്ച് നോക്കിയായിരുന്നു കേട്ടോ. വിൻഡോയും വെച്ച് നോക്കി ഡോറും വെച്ച് നോക്കി. അപ്പോൾ കറക്റ്റ് അളവാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഐഡിയയിൽ പണ്ടത്തെ മോഡൽ ഒരു വിൻഡോ കട്ടനും ഡോർ കട്ടനുമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് തലപുകഞ്ഞുള്ള ഒരു ബുദ്ധിപരമായ കാര്യങ്ങളും ചെയ്യേണ്ട. കട്ടൻ തുണികളുടെ മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും ആ തുമ്പൊന്ന് അടിച്ചു കൊടുക്കണം. മുകളിലത്തെ പീസിൽ നിന്ന് കുറച്ച് ഭാഗം മുന്നോട്ട് വെച്ച് തയ്ച്ചിട്ട് ആ ഒരു കർട്ടൻ സ്റ്റിക്ക് കയറുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ആ മുൻവശത്തോട്ട് വെച്ച് തയ്ക്കുന്ന ആ കർട്ടൻ സ്റ്റിക്കിന് താഴെ വരുന്ന കുറച്ച് തുണി അതൊരു പ്രിൽസ് എഫക്റ്റ് ആയിരിക്കും കർട്ടൻ ഹാങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുക. തയ്യൽ മെഷീനിൽ മോട്ടർ വെച്ചിട്ടുണ്ട്, പക്ഷേ മോട്ടർ കംപ്ലൈന്റ്. ആക്ച്വലി എൻ്റെ തയ്യൽ മെഷീൻ കുറേ നാളുകൊണ്ട് അനങ്ങാതിരിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ തന്നെ കയറിയിരുന്ന് പണിത് അത് ശരിയാക്കിയത്. ഇങ്ങനെയൊക്കെ തയ്ക്കുന്നത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു വലിയ തയ്യൽക്കാരിയാണ്? വെറുതെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ലൊട്ടിലൊടുക്ക് പരിപാടിയൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കും. സമയം രാത്രി 12:30. അങ്ങനെ 3 വിൻഡോ കർട്ടനും 2 ഡോർ കർട്ടനും വിജയകരമായി ഞാൻ തയ്ച്ചെടുത്തു. അങ്ങനെ പഴയ കർട്ടനെല്ലാം ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് മാറ്റി കേട്ടോ. പഴയ കർട്ടൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കർട്ടനാണ്. അത് കഴുകി എന്തായാലും ഒരു റോയൽ സ്റ്റാറ്റസോടുകൂടെ മടക്കി. അങ്ങനെ പുതിയ കർട്ടൻ എല്ലാം തയ്ച്ച് ഹാങ് ചെയ്തതിന് ശേഷം പഴയ കർട്ടനൊക്കെ ഞാൻ മടക്കി വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വെയിലുള്ളതുപോലെ അത് കഴുകി ഉണക്കി വെക്കും. നിസ്സാരമായ കുഞ്ഞു ചേഞ്ചസ് കൂടെ ഒന്ന് വരുത്തിയതിന് ശേഷം ഈ റൂം ടൂർ ചെയ്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ തയ്ച്ചിരിക്കുന്ന ഈ കട്ടൻ തുണികളെല്ലാം നമുക്ക് കഴുകാനും ഉണക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. എൻ്റെ ഒരു ആഗ്രഹം ഇതുപോലത്തെ ഒരു സെറ്റ് കൂടെ എങ്ങനെയെങ്കിലും അഫോർഡബിൾ ആയിട്ട് ഏതെങ്കിലുമൊക്കെ മിക്സ് ആൻഡ് മാച്ച് തുണി കണ്ടെത്തി ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. കട്ടൻ തുണികളുടെ രാത്രി എഫക്റ്റ് ഇങ്ങനെയാണ് കേട്ടോ. സമയം രാത്രി 1 മണി. എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓർക്കുന്നത് വൈകുന്നേരം ഞാൻ ചായ കുടിച്ചത് പോലും ഇല്ല. പിന്നെ ഒന്ന് നോക്കിയില്ല, ഒരു ചായ ഇട്ട് കുടിച്ചു, കുറച്ച് നേരം വാട്സപ്പ് നോക്കി. ആർക്കും ഇനി ഒരു ശല്യമില്ലാണ്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ.